നമസ്കാരം സുഹൃത്തുക്കളെ. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് മാറി മനസ്സിനും ശരീരത്തിനും ഒരല്പം കുളിർമയേകുന്ന ഒരിടം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാത്തവരുണ്ടോ? ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയത്തെ നീണ്ടൂരിലുള്ള പ്രശസ്തമായ JS ഫാമിലാണ്. 28 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാർഷിക ഗ്രാമം ശരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയുടെ മടിത്തട്ടിൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ചെറിയൊരു പറുദീസ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതുകൂടാതെ ഈ മനോഹരമായ ഫാം ഒരു അമേരിക്കൻ മലയാളിയായ ജോസ് ലൂക്കോസ് ചെമ്മേച്ചലിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. തൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ഈ കൃഷിയിടത്തിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകൾ ഓരോ കോണിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രവേശന കവാടത്തിനടുത്ത് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രതിമകൾ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ടും പറയുന്നത് അവിടുത്തെ കൃഷി രീതികളെ പറ്റിയാണോ. ഇവിടെ നെല്ലിൻ്റെയും തെങ്ങിൻ്റെയും തോട്ടങ്ങളുണ്ട്. അതുകൂടാതെ പഴമയേറിയ രീതിയിലുള്ള നെൽകൃഷിയും വൈവിധ്യമാർന്ന ഏത്തവാഴ കൃഷിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 8 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു മത്സ്യകൃഷിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു പ്രത്യേകത. ഇതിലൂടെ നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു സാധാരണ യഥാർത്ഥ കാർഷിക സംസ്കാരം എന്തെന്ന് നമുക്ക് വളരെ തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ എന്താണെന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്ന് പറയാം, നമുക്കൊരു മിനി സൂ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൈഫ് സ്റ്റോക്കും ഉണ്ട്. അപ്പം മിനി മൃഗശാല നമ്മൾ പറയുമ്പോൾ എന്നൊക്കെയാണ് ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഒരുപാട് വലിയ ടൈഗർ, ലയൺ, അതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അവിടെ നമുക്കുള്ളത് എമു അതുപോലെ മുയലുകളുണ്ട്, ഗിനിപ്പന്നികളുണ്ട്, പിന്നെ പല 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 പക്ഷികളുണ്ട്. പല കളറിലും പല ബ്രീഡ്സിലുള്ള പക്ഷികളും കോഴികളും ഒക്കെയുണ്ട്. 2011 കോട്ടയത്തെ ഏറ്റവും മികച്ച ഹൈടെക് ഡയറി ഫാം അവാർഡ് കരസ്ഥമാക്കിയത് JS ഫാമാണ്. അതുകൂടാതെ തന്നെ ഒരു കാർഷിക മ്യൂസിയം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാർഷിക മ്യൂസിയം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ പഴയ തലമുറയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് അടുത്തറിയാനും, ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ അവിടെ നമുക്ക് നമ്മൾ പണ്ടൊക്കെ അരി ആട്ടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകളൊന്നും അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാവരും മെക്കനൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകളിലേക്കൊക്കെ മാറിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ മാറ്റിവെച്ചു. അതെല്ലാം അവരവിടെ ഒരു കാർഷിക മ്യൂസിയം റെഡിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക്, നമുക്ക് അവിടെ ഇത് കാണാൻ ചെല്ലുന്ന ആളുകൾക്ക് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി ഇതൊക്കെ കണ്ട് പോകാനുള്ള ഒരു അവസരം അവർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിനോദവും ഭക്ഷണവുമാണ് മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിനുള്ളിലെ കുളത്തിൽ നിന്ന് പെഡൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ പെഡൽ ബോട്ടിങ്ങിന് നമ്മളൊരു 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെഡൽ ബോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വിശക്കുമ്പോൾ ഫാമിലെ തന്നെ ഉൽപ്പന്നങ്ങൾ അവരെടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടൈമിങ് ഒന്ന് അവരെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഉള്ള ആളുകളായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നവരായതുകൊണ്ടും നമ്മൾ വൈകിട്ട് അങ്ങ് പോകാം എന്നുള്ള രീതിയിൽ അങ്ങ് പ്ലാൻ ചെയ്ത്, ഒരുപാട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് പോകുമായത്. പിന്നെ ഞങ്ങൾ ചെന്ന ടൈമും കുറച്ച് താമസിച്ചായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരു ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് ഉച്ച സമയങ്ങളിലൊക്കെ ആയിരിക്കും ഫുഡ് സെർവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു വൈകുന്നേരം 5 മണിയോട് കൂടി ചെന്നതുകൊണ്ട് ഒന്നും അവിടെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പെഡൽ ബോട്ടിംഗ് സെക്ഷനും ഞങ്ങൾ ചെന്ന സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ക്ലോസിങ് സമയത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ എൻട്രൻസിൽ ഫീസ് എടുക്കാൻ വേണ്ടി മാത്രം ആണ് ഞങ്ങൾക്ക് അവിടെ ആളെ കാണാൻ സാധിച്ചത്. പിന്നെ 2-3 പേരൊക്കെ അതിനുള്ളിൽ കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ബൈക്കിലും അതുപോലെ തന്നെ ചെറിയ ഓട്ടോയിലൊക്കെയാണ്. കാരണം ഇത് അത്ര വലിപ്പമുണ്ടല്ലോ, 28 ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ അത് എല്ലാവർക്കും മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരെങ്ങനെ വല്ലപ്പോഴും വന്നങ്ങ് പോകും എന്നല്ലാതെ നമ്മുടെ പുറകെ അങ്ങനെ ആരും സെക്യൂരിറ്റീസോ അങ്ങനെയൊന്നുമില്ല. സോ നമുക്കത് ചോദിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ. പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഇത്രയും വലിയൊരു വിഷണറിയുടെ പാർട്ടായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ഫാം. അവിടെ നമുക്ക് പോയിരിക്കാനും നമുക്ക് ചില സമയം ചിലവഴിക്കാനും ഫാമിലിയുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കാനും കുട്ടികൾക്ക് കളിക്കാനും അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പം നമുക്ക് ആ ചിൽഡ്രൻസ് പാർക്കിൽ പോവാം. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ റൈഡുകളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു അസഹനീയമായൊരു കാര്യം തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊതുകായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ ഈവനിങ്സിൽ ചിലപ്പം കൊതുക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മളൊരു ഈവനിങ്സ് പറയുമ്പോഴത്തേക്കും ഒരു 5 o'clock ശേഷമൊക്കെ പോവാതെ ഒരു 2:30 അല്ലെങ്കിൽ 3 o'clock മുതൽ ഒരു 5 o'clock വരെയുള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ
കൊതുക് ചിലപ്പം ഒരു കുറവുണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ ചിലപ്പോൾ സീസണിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ വലിയ ഫിഷ് പോണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിഷ് പോണ്ടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പോകാം. ഈ ഫിഷിനെയൊക്കെ നമ്മളോട് പോയി നിൽക്കുമ്പോൾ ഫിഷെല്ലാം നമ്മുടെ അടുത്തേക്കൊക്കെ വരും. വലിയ വലിയ ഫിഷുകളൊക്കെ ഫിഷ് പോണ്ടിലുണ്ട്. അതൊക്കെ കാണാം, ആസ്വദിക്കാം. പിന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഹട്ടുകളിലൊക്കെ നമുക്ക് പോയി ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാം. അങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫാമാണിത്. 50 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് പോയി ഫാമിലിയോട്ടോ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇപ്പോൾ കുടുംബത്തോടൊപ്പം കുറഞ്ഞ ചിലവിൽ ഒരു ഫുൾ ഡേ ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ കോട്ടയം നീണ്ടൂരിലുള്ള ഈ JS ഫാം തീർച്ചയായിട്ടും ഒരു മികച്ച ചോയ്സ് ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതൊരു വലിയൊരു എന്താ പറയുക ലൊക്കേഷൻ വീഡിയോ ഒന്നുമല്ല. അതൊരു ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ വീഡിയോയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ബാക്കി വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ താങ്ക് യു, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു അഗൈൻ.